യമൻ സൊമാലിയ തീരങ്ങളിൽ 2 കപ്പലുകൾ കടൽ കൊള്ളക്കാർ റാഞ്ചി. കപ്പൽ ജീവനക്കാരെ ബന്ദികളാക്കി. ഇവരിൽ 22 പേർ ഇന്ത്യക്കാരാണ്. തുർക്കി സൈന്യത്തിനായുള്ള ആയുധങ്ങളുമായി പോയ കാമറൂൺ പതാകയുള്ള ചരക്ക് കപ്പലാണ് സൊമാലിയൻ തീരത്ത് നിന്ന് ആദ്യം റാഞ്ചിയത്. ഈ കപ്പലിൽ 10ഓളം ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 6 പേർ ഇന്ത്യക്കാരാണ്. അതേസമയം രണ്ടാമത് റാഞ്ചിയ കപ്പലിൽ 16 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ബിനീഷ് കൊട്ടാരത്തിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബിനീഷ്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാവുന്നതുപോലെ ദീർഘകാലം സൊമാലിയൻ കടൽ കൊള്ളക്കാർ നിർജ്ജീവമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളുടെ നാവികസേനയുടെ ശക്തമായ ഇടപെടലായിരുന്നു. ഇപ്പോൾ സമീപകാലത്ത് ഈ ഹോർമുസ് തർക്കത്തിലേക്ക് വന്നതോടുകൂടി നാവികസേനകളുടെ ശ്രദ്ധ ഹോർമുസിലേക്ക് മാത്രം തിരിയുന്നൊരു സാഹചര്യത്തിലാണ് ഈ കടൽ കൊള്ളക്കാർ വീണ്ടും സജീവമായി വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ബന്ദികളാക്കപ്പെട്ട 22 ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവരെ മോചിപ്പിക്കാനുള്ള ശ്രമം ഏത് ഘട്ടത്തിലാണ്? തീർച്ചയായിട്ടും വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. നമുക്കറിയാം, ആഗോള ചരക്ക് നീക്കത്തിലെ ഏതാണ്ട് 15% ഈ സൊമാലിയയ്ക്കും യമനും മധ്യയോടെയുള്ള ഈ കടൽപാതയിലൂടെ തന്നെയാണ് നീങ്ങുന്നത്. ഏഷ്യയും യൂറോപ്പും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരക്ക് പാത കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകൾ വലിയ ആഘാതം ലോകത്ത് തന്നെ സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഏഷ്യയിലെയും യൂറോപ്പിലെയും അടക്കമുള്ള രാജ്യങ്ങളിലെ നാവികസേന ഈ സ്ഥലങ്ങളിൽ വലിയ തോതിൽ തന്നെ അവരുടെ സാന്നിധ്യം എപ്പോഴും ഉറപ്പിക്കുകയും സുരക്ഷ ഒരുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസിലേക്കാണ് എല്ലാവരും ഇപ്പോൾ അത്തരം സുരക്ഷാ ശ്രദ്ധ ഊന്നുന്നത്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സൊമാലിയൻ കടൽ കൊള്ളക്കാർ 2 കപ്പലുകൾ റാഞ്ചിയിരിക്കുന്നത്. അതിൽ വളരെ ഗൗരവമായി കണ്ടത് തുർക്കിയിലേക്ക് ആയുധമായി പോയ ടുലുഫ് എന്ന കപ്പൽ റാഞ്ചി എന്നുള്ളതാണ്. കാരണം കടൽ കൊള്ളക്കാർക്ക് വലിയ തോതിൽ ആയുധം കിട്ടുന്നത് ഈ മേഖലയിലെ സുരക്ഷയെ കൂടുതൽ ബാധിക്കും എന്ന കാര്യവും നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാതയിലുണ്ടാകുന്ന ചലനങ്ങളെ ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയെ അതുപോലെ നമ്മളെയും ആശങ്കപ്പെടുത്തുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കടൽ കൊള്ളക്കാർ റാഞ്ചിയ 2 കപ്പലുകളിലുള്ള 30 ജീവനക്കാരിൽ 22 പേരും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. അത് അവരിൽ ആരൊക്കെയാണ് ഈ 22 പേർ എന്ന കാര്യത്തിൽ കൃത്യമായ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതിൽ മലയാളികളുണ്ടോ എന്ന ആശങ്കയും നമുക്കുണ്ട്. എന്നാൽ ഇക്കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം ഇനിയും വരും മണിക്കൂറുകളിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 22 ഇന്ത്യക്കാരുണ്ട്. ഈ മേഖല സുരക്ഷിതമല്ലാതായി മാറുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് വേണം ഇപ്പോഴത്തെ കാര്യങ്ങളെ വിലയിരുത്തുവാനായി. എന്തായാലും ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ മേഖല അല്ലാതായി തീരുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. തീർച്ചയായും വിനീഷ്, എന്തായാലും 22 ഇന്ത്യക്കാരുടെ മോചനത്തിന് വേണ്ടി അടിയന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കഴിഞ്ഞകാല സംഭവങ്ങളും ആ രീതിയിൽ തന്നെയുള്ള സൂചനകളാണ് നൽകുന്നത്.